കൊടയത്തൂരിൻ്റെ ദൃശ്യഭംഗിക്ക് മാറ്റുകൂട്ടുന്ന നമ്മുടെ മുന്നിൽ തലയോർത്തി നിൽക്കുന്ന മല, അടർന്ന മല അടൂർ മലയായ കഥ. അതെ, നമ്മളിന്ന് പോകുന്നത് അടൂർ മലയ്ക്കാണ്. അടൂർ മലയിലെ ചെങ്കുത്തായ മലഞ്ചെരുവിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം. അടൂർ മലയിലെ കാഴ്ചകൾ ചെറുതൊന്നുമല്ല, അതാണ് ഈ വീഡിയോയ്ക്ക് ഇത്രയും ദൈർഘ്യം. അപ്പം നമുക്ക് ഓരോരോ കാഴ്ചകളായി കണ്ട് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പോകുന്നത് നമ്മുടെ അടൂർ മലയ്ക്കാണ്. അപ്പോൾ നമ്മൾ വെട്ടിമറ്റം കൂടിയാട്ടോ അടൂർ മലയ്ക്ക് പോകുന്നത്. നമ്മുടെ തൊട്ട് പിറകിൽ കാണുന്ന വെട്ടിമറ്റം പള്ളിയാണ്. ആ പള്ളിയുടെ പിറകിലായിട്ട് കാണുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംയുക്ത സംരംഭമായ പാം ഓയിൽ സീഡ് ഗാർഡനാണ്. അപ്പോൾ എണ്ണപ്പന തോട്ടമാണ് കേട്ടോ, ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം നീണ്ടെടുക്കുന്നത്. അപ്പോൾ ഈ വഴിയാണ് നമ്മളിന്ന് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തേന്മാരി പാലത്തിലാണ്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററാണ് അപ്പുറം നമ്മുടെ ആനക്കയം പാലത്തിലോട്ട് എത്തും. അപ്പോൾ കൊടയത്തൂരിൽ നിന്ന് മേലോട്ട് നോക്കിയാൽ ഒരു വലിയൊരു മല കേട്ടോ, അടൂർ മല എന്നാണ് പേര്. അപ്പോൾ ആ മലയ്ക്ക് മുകളിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പരിസര പ്രദേശത്തുള്ള കുറേ നല്ല ഗ്രാമത്തിക്കിടെ നമുക്കൊന്ന് യാത്ര ചെയ്താലോ. കുറേ നല്ല സ്ഥലങ്ങളുണ്ടോ ഇതിലേക്കൂടെ പോകുമ്പോൾ. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടൂർ മലയ്ക്ക് യാത്ര ചെയ്യാം. നമ്മുടെ മുന്നിൽ കാണുന്ന വടക്കനാർ എന്ന് പറയും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കുളമാവ് ഡാമിൻ്റെ ഒക്കെ ഒരു അടിവാരത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ചെറിയ തോടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വലിയ വെള്ളിയാമറ്റ മാറായിട്ട് മാറിയിട്ട് അങ്ങനെ വെള്ളിയാമറ്റ മാറെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ മലങ്കര ഡാം റിസർവറിൽ എത്തിച്ചേരുന്ന ഒരു പുഴയാണ്. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരുന്നതാണ്. ഞങ്ങൾ വന്ന ദിവസം തലേദിവസം നല്ല മഴ വന്നുകൊണ്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു തോട്ടിൽ കേട്ടോ. എന്നാൽ നമ്മുടെ പിറയിൽ കാണുന്നുണ്ട് നമ്മുടെ ഇടുക്കി അങ്ങ് മേലോട്ട് പോകണേ വെള്ളിയാമറ്റം ഭാഗം കേട്ടോ. മലനിരകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മുടെ ആനക്കയം പാലത്തിൻ്റെ അങ്ങോട്ടാണ്. മലങ്കര ഡാം റിസർവെയറാണ് നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്നത്. ഇനി നമ്മൾ ആ വഴി കയറിയിട്ട് അടൂർ മലയ്ക്ക് മുകളിലുള്ള കുറേ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ടോ. വലിയ മലയാണ്, ഒരു 3-4 കിലോമീറ്റർ നമ്മൾ കുത്തനെ മല കയറിയിട്ട് ആ മലയ്ക്ക് മുകളിലുള്ള ആളുകളുടെ ജീവിതമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആ മലയുടെ ചെങ്കുത്തായ മലഞ്ചെരുവിലേക്കുള്ള യാത്ര കേട്ടോ. നമ്മുടെ മുന്നിൽ കാണുന്ന ഇലവേഴാപ്പൂഞ്ചിറ മലയാണ്, അതിൻ്റെ തൊട്ടടിവാരത്തിലാണ് അടൂർ മലയുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യാം കേട്ടോ. നമ്മുടെ മുന്നിൽ കാണുന്ന ആനക്കയം പാലം കേട്ടോ. ആനക്കയം പാലത്തിൻ്റെ അവിടെ കാണുന്ന മല കണ്ടോ, ആ മലയിലോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ഈ പാലം ഇങ്ങനെ കിടന്നിട്ട് ഇതിലെ കയറി നേരെ നമ്മൾ കോളപ്പുറയിൽ നിന്നാണ് നമ്മൾ അടൂർ മലയ്ക്ക് യാത്ര ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ ഇലവീഴാപ്പൂഞ്ചിറ മലയ്ക്ക് മേളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. ഇന്ന് ചെറിയ മഴയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ് ഈ ഒരു ഗ്രാമം കാണാൻ വേണ്ടി. ഭയങ്കര രസമാണ് ഇതിലേക്കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഒരിക്കലും മടുക്കില്ല. ഈ കൊടയത്തൂരിൻ്റെ ഏത് ഗ്രാമ വഴിക്കൂടെ സഞ്ചരിച്ചാലും നമുക്കൊരിക്കലും ബോറടിക്കില്ല. എത്ര മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണെന്ന് ഇതൊക്കെ. ഈ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പം കുറേ റോഡ് പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് വളരെ നല്ല, ശരിക്കും ഗ്രാമത്തിൻ്റെ ഉള്ളിക്കടലുള്ള റോഡുകളാണ് ഏറ്റവും കൂടുതൽ പോയി കിടക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടതാണ്. ഇതാണ് നമ്മുടെ തൊട്ട് പുറകെ കാണുക ആ ഒരു മലയാണ് നമ്മുടെ ഉദ്യാൻ മല എന്നൊക്കെ പറയും. കൊടയത്തൂരിൻ്റെ വലിയൊരു കുരിശുമലയാണ്. അതിൻ്റെ മേലൊരു കുരിശുണ്ട്. നമ്മൾ ഒരിക്കലും ആ മലയുടെ മേളിൽ പോകുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വടക്കനാർ വന്നിട്ട് മലങ്കര ജലാശയത്തിലേക്ക് കയറുന്നൊരു ഭാഗമാട്ടോ അത്. നമ്മുടെ ആനക്കയം പാലം നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന സിനിമയ്ക്ക് ജേസിയുടെ ആ ഒരു ഇൻട്രോ സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു പാലത്തിൽ വെച്ചാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴി കുറച്ചുകൂടെ ചെല്ലുമ്പോൾ നമ്മുടെ കോളപ്പുറയ്ക്ക് പോകുന്ന ഒരു ഇടവഴിയാട്ടത്. അതിൻ്റെ മേളൊരു റിസോർട്ടാണ്, വീടാണെന്നതില്ല. ആ കുന്നിൻ്റെ മേളിരിക്കും, നല്ല രസമാണത്. ആ കുന്നിൻ്റെ അപ്പുറമുള്ള വലിയ ആ മലയ്ക്ക് മേലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ചുറ്റും ഇങ്ങനെ മലങ്കര ഡാമിൽ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണോ. പക്ഷേ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ കാടുകളൊന്നും വെട്ടി മൊത്തം ഇല്ലിക്കാടാണ് ഇവിടെ കണ്ടോ. ഇതായിട്ട് ഇങ്ങനെ ഉണ്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതാ അതിൻ്റെ അങ്ങോട്ട് പോകണ വഴിയാണ്. ഈ വഴി ഇങ്ങനെ പോകാം. നമ്മുടെ ഇവിടെ പുറകെ കാണുന്ന ഒരു കന്നാരൊക്കെ ഉണ്ടല്ലോ, കന്നാരത്തോട്ടൊക്കെ. ലൂണാറിനാണോ? അതിന്റെ അപ്പം മേളിൽ കാണാൻ നല്ലൊരു സുന്ദരമായിട്ടുള്ള വീടൊക്കെ ഉണ്ടല്ലോ. വള്ളോംപുരത്തിൽ കുര്യാച്ചൻ ചേട്ടന്റെ വീടാണ്. ചേട്ടൻ പരിപാടി പശു ക്ഷീരകർഷകനാണ് നമ്മുടെ കൊടയത്തൂരിന്റെ സ്വന്തം. എത്ര പശുക്കളുണ്ടാവും? എനിക്കൊരു വെച്ച് പശുവിന്റെ 2 ഉണ്ടല്ലേ. ചേട്ടന്റെ പശു കേട്ടോ നിൽക്കണം. ഇത് ജേഴ്സി പശുവാണോ? ജേഴ്സി അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്ന് ആലോചിക്കണം, നല്ല രസമുള്ള സ്ഥലമല്ലേ. കാരണം വെച്ചാൽ ചുറ്റും വെള്ളത്തിനൊരു കുറവില്ല. അപ്പൊ കൊടയത്തൂർ നിങ്ങൾ എവിടെ സ്ഥലം മേടിച്ചാലും വെള്ളം ഉണ്ടാവും. വെള്ളമുണ്ട്. അവിടെ ഫുള്ള് റെമ്പൂട്ടാനാണ് നമ്മുടെ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് റബ്ബർ വെട്ടിയിട്ട് ഫുള്ള് റെമ്പൂട്ടാൻ വെച്ചേക്കോട്ടെ. അതാണോ
അപ്പോൾ നമ്മൾ ആ കണ്ടില്ലേ നല്ല രസമുള്ള സ്ഥലമാട്ടോ. അവിടെ ഫുള്ള് റബ്ബർ. എനിക്ക് അവിടെ പുതിയ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് റംബൂട്ടാൻ വെച്ചാണോ? വെട്ടാറായി റബ്ബർ വെട്ടുന്ന സമയം കഴിഞ്ഞ റബ്ബറാ. അതൊരു 5000-10,000 റബ്ബറൊക്കെ മുറിക്കുന്നു. മുറിച്ചു. ഇത് മുഴുവൻ റബ്ബറായിരുന്നു. അല്ല ഇത് ലൂണാറുകാരുടെയാണോ? 50 ഏക്കറാണോ ഭൂമി അല്ലേ? ഓ ശരി ശരി. എന്തായാലും അവരെ പുതിയ കൃഷിയിലോട്ടൊക്കെ ഇറങ്ങിക്കോട്ടോ. തൊഴിലാളി ക്ഷാമമാണ്. അതല്ലേ ടാപ്പിംഗ് തൊഴിലാളിയുടെ ക്ഷാമമാണ്. ഓ അതാണ് മെയിനായിട്ട് ഈ റബ്ബർ മേഖലയിലെ ഏറ്റവും പ്രതിസന്ധി എന്ന് വെച്ചാൽ പുതിയ കാലഘട്ടങ്ങളിൽ ആരും റബ്ബർ ടാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി നമ്മള് യന്ത്രമേശന്മാരെയൊക്കെ ഉണ്ടാക്കണോ റബ്ബർ ടാപ്പ്? ചേട്ടന്റെ വീട്ടില് റബ്ബർ ഉണ്ടോ? ഉണ്ടല്ലേ? ഉണ്ടോ? ചേട്ടൻ കാണുമ്പോൾ ഒരു കൊച്ചു മുതലാളിയാണോ? ശരി 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 ശരി. വളരെ സന്തോഷം. അപ്പൊ ചേട്ടാ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ വളരെ സന്തോഷം. നമുക്ക് കാണാട്ടോ. ശരി എന്നാ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഞങ്ങൾ ചേട്ടനോടെല്ലാം വർത്താനം പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ പേര് വയ്ക്കാൻ വേണ്ടി വിട്ടുപോയിട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചേട്ടൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ തൊട്ടടുത്തായിട്ട് പള്ളിയുണ്ട്. ഈ പള്ളിയുടെ പേര് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ വള്ളംപുരയിടത്തിൽ കുര്യാച്ചൻ ചേട്ടൻ്റെ വീടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീടിൻ്റെ അപ്പുറം കാണുന്ന പാലമാണ് നമ്മുടെ കോളപ്പുറ പാലം. ആ പാലം കയറിയാണ് നമ്മൾ അതിൻ്റെ തൊട്ട് പിറകുവശത്ത് കാണുന്ന ഇലവീഴ പൂഞ്ചിറ മലനിരകളിലെ അങ്ങോട്ട് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് അടിവാരത്തായിട്ടാണ് നമ്മുടെ അടൂർ മലയുള്ളത്. എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ. ഇവിടെ വന്ന് എത്ര നേരം ഇരുന്നാലും നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അത്രയും ഭംഗിയാണ് ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങൾക്കും. ഞാൻ കൊടയത്തൂരിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രാമത്തിൻ്റെ പല വഴികളിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. എത്ര ഭംഗിയാണെന്നറിയോ. നമ്മുടെ കോളപ്പുറ പാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കോളപ്പുറ പാലം കയറിയാനുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കോളപ്പുറകളും കൊടയത്തൂർ പാലമാണല്ലോ കണ്ടത്. തൊട്ട് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന മലയാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ മലനിരകൾ. അതിന് തൊട്ടടിയിലാണ് അടൂർ മലയുള്ളത്. എന്ത് ഭംഗിയാണെന്നറിയോ ഈ ഒരു പാലത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി. ഇവിടെ എത്ര നേരം ഇരുന്നാലും നമുക്ക് സമയം പോണേ അറിയില്ല. നമുക്ക് ഇതുപോലെ ഓരോരോ കാഴ്ചകൾ കണ്ട് ഈ മലയ്ക്ക് മുകളിലേക്ക് യാത്ര ചെയ്യാം. ഇനി ഈ പാലം കിടന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തൊടുപുഴ പുളിയമല റോഡിലോട്ടാണ്. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തൊടുപുഴ പുളിയമല റോഡില്ലേ, അവിടെ നിന്ന് നമുക്ക് ഇടത്തേക്ക് പോകാം. പിന്നെ നമ്മുടെ കോളപ്പുറ ജംഗ്ഷനിൽ നിന്ന് വലത്ത് ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ ഒരു സ്കൂൾ, നമ്മുടെ കൊടയത്തൂർ ഗവൺമെൻറ് സ്കൂളുണ്ടോ, ആ സ്കൂളിൽ ഒരു അഞ്ചൽപ്പെട്ടിയാണ്. നമുക്ക് ആദ്യം ആ അഞ്ചൽപ്പെട്ടി എന്ന് കാണാം. പണ്ട് രാജഭരണകാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എഴുത്തുപെട്ടിയാണ്. കേരളത്തിലെ പരമ്പരാഗതമായ തപാൽ സർവീസ് അഞ്ചലാപ്പീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കത്തിടപാടുകൾക്കായി ഇന്നത്തെ തപാൽ പെട്ടികളുടെ സ്ഥാനത്ത് തിരുവിതാംകൂറിൽ രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് അഞ്ചൽപ്പെട്ടി. 5 അടിയോളം ഉയരമുള്ള ഒരിക്കൽ തീർത്ത അഞ്ചൽപ്പെട്ടിയാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. ഇതിനു മുകളിലായി തിരുവിതാംകൂറിൻ്റെ രാജമുദ്രയായ ഒരു ശംഖു ഉണ്ടായിരിക്കും. പിന്നീട് കാലക്രമേണ പുതിയ തപാൽ ഓഫീസുകളുടെ വരവോടെ ഈ അഞ്ചൽപ്പെട്ടികൾ ഉപയോഗശൂന്യമായിട്ട് മാറി. തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളിനെ അഞ്ചലോട്ടക്കാരൻ എന്നാണ് പറഞ്ഞിരുന്നത്. അഞ്ചൽപ്പിള്ള, അഞ്ചൽ ശിപ്പായി എന്നീ പേരുകളിലും വിളിച്ചിരുന്നു. രാജമുദ്രയുള്ള മണി കെട്ടിയ അധികാരദണ്ഡുമായി തപാൽ സാമഗ്രികൾ കാൽനടയായി കൊണ്ടുപോകുന്ന പതിവായിരുന്നു പണ്ട് കാലത്തൊക്കെ നിലനിന്നിരുന്നത്. അഞ്ചലോട്ടക്കാരെ വഴിമുടക്കുന്നവരെ വലിയ കുറ്റമായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത്. കേരളത്തിൽ അഞ്ചൽപ്പെട്ടികൾ പലയിടങ്ങളിലും സ്ഥാപിച്ചിരുന്നതുകൊണ്ട് അതുതന്നെ സ്ഥലനാമങ്ങളും ആയിട്ടുണ്ട്. തപാൽ ഓഫീസുകൾ പുതിയ രീതിയിലായപ്പോൾ ഉപയോഗശൂന്യമായ ഈ അഞ്ചൽപ്പെട്ടികൾ സ്കൂൾ അധികൃതരും PT യും ചേർന്ന് ഒരു പൈതൃക സമ്പത്തായി ഈ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. കൊടയത്തൂർ മലയുടെ അടിവാരത്തിൽ എത്ര ഭംഗിയുള്ള സ്ഥലത്തായി സ്കൂളിൽ നോക്കി. നമ്മൾ ഇതിൻ്റെ വലത്ത് ഭാഗത്തുള്ള ഈ ഒരു മലയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്തായാലും ഈ അഞ്ചൽപ്പെട്ടി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആ സ്കൂളിലിരിക്കട്ടെ എൻ്റെ അഭിനന്ദനം. ഇനിയും ഒരുപാട് കാലം ആ സ്കൂളിൽ അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, പുതുതലമുറയ്ക്ക് വേണ്ടി. വർണ്ണിക്കാൻ പറ്റാത്ത സ്വപ്നസുന്ദരമായിട്ടൊരു ഗ്രാമം തന്നെയാണ് ഈ കൊടയത്തൂരിൻ്റെ സമീപ പ്രദേശങ്ങളും. അപ്പോൾ നമ്മളിതേ ഈ ഒരു വഴിക്കൂടെ ഒരു 2-3 കിലോമീറ്ററോളം മല കയറണം കേട്ടോ. അത് ചെങ്കുത്തായ വലിയൊരു കയറ്റം കയറിയാൽ മാത്രമേ നമ്മൾ അടൂർ മലയ്ക്ക് മുകളിലെത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. നമ്മളിനി കുറച്ചുകൂടെ ഒരു 1-2 കിലോമീറ്ററാണ് മലയ്ക്ക് മേലോട്ട് കയറേണ്ടത്. അതിന് മേളിൽ കയറുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, ഭയങ്കര രസമുള്ള സ്ഥലം. ഇതൊരു പോസ്റ്റ് ഓഫീസാണ് ഇവിടെ അടൂർ മലയ്ക്കുള്ളത്. ഇവിടെ എത്ര ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് മലയ്ക്ക് മേലോട്ട് കയറി നോക്കാം. എന്തായാലും ഉച്ച കഴിഞ്ഞ് മഴയുള്ളൊരു സമയം തോന്നുന്നുണ്ടോ. അത്യാവശ്യം അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മേഘാവൃതമായിട്ടിരിക്കുകയാണ്. നമുക്ക് മേലോട്ട് പോകാം. അടൂർമല പോസ്റ്റ് ഓഫീസിന് അവിടെ തൊട്ടടുത്ത് ചെറിയൊരു മലയുണ്ട് കേട്ടോ, ഒരു പാറയായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ പോയ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു തലേ ദിവസം. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മഴക്കാലത്ത് പോയ റോഡ് ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. ഈ മഴക്കാലത്ത് ഇവിടെ ഈ മലയിൽ താമസിക്കുന്നവർ എങ്ങനെയാണ് ഇവിടെ വസിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അത്രമാത്രം ഭീകരമായിരിക്കും വെള്ളത്തിൻ്റെ വരവ് കേട്ടോ.
കാരണം വെച്ചാൽ ആ ചെങ്കുത്തായ മലഞ്ചെരുവിക്കടെ വെള്ളം ഇങ്ങനെ താഴത്തോട്ട് പറ്റുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വെള്ളമെല്ലാം നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ മലങ്കര ജലാശയത്തിൽ തന്നെ കേട്ടോ. ഈ അടൂർമല പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് കേട്ടോ ഈ ഒരു കാറ്റിൽ ഫാം ഉള്ളത്. നമുക്ക് താഴെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ൊക്കെ വിശ്രമിക്കുന്ന സമയത്ത് ഒരു സൈഡിലായിട്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഫാമാണ്. എന്തായാലും ഈ ഒരു മലഞ്ചെരുവിലാട്ടോ ഈ ഫാം ഇരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് നമ്മുടെ മലങ്കര ജലാശയമൊക്കെയാണ്. നമ്മൾ ഈ ഫാമിനെക്കുറിച്ച് ജസ്റ്റ് ഇതിൽ പോയപ്പം ഈ ഫാം ഇവിടെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളിന്ന് കാണിച്ച്. ഇതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ഇതുണ്ടോ ഗീർ ഇനത്തിൽപ്പെട്ട ഒരു പശുവൊക്കെ ഉണ്ട് കേട്ടോ. 10-12 ലിറ്റർ പാലൊക്കെ കിട്ടുന്ന ഒരു പശുവാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വീട്ടിൽ ഇത് കൂട്ട് ഗീർ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതുണ്ട് ഈ ഫാമിൻ്റെ തൊട്ടടുത്തായിട്ടൊരു അത്തി മരം നിൽക്കുന്നു കേട്ടോ. ഫുള്ള് അത്തിപ്പഴം നിൽക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ അത്തിപ്പഴം ഇത്ര അടുത്ത് ആദ്യമായിട്ട് കാണും കേട്ടോ. എന്നാലും കൊള്ളാം, നല്ലൊരു ചുറ്റുപാടിലാണ് ഈ ഫാം ഇരിക്കുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ട്. അപ്പോൾ നമ്മൾ അടൂർമലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകണമെങ്കിൽ പോകാം കേട്ടോ. വലിയൊരു മലഞ്ചെരുവിൻ്റെ ഇടയിലായിട്ടാണ് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ഇവിടെ കൂടുതലും റബ്ബർ മരങ്ങളൊക്കെ കേട്ടോ. മേലോട്ട് മൊത്തം വെച്ച് പിടിച്ചാണ്. വേഴാപ്പൂഞ്ചിറ മലയാണെങ്കിൽ ഉണ്ടോ ഫുള്ള് മഞ്ഞിങ്ങനെ ഇറങ്ങി വരും കേട്ടോ. ഇവിടെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണത്തില്ല, അതിൻ്റെ ഉള്ളോട്ട് കയറണം. എന്തായാലും ഒരു പോസ്റ്റ് ഓഫീസും അങ്ങനെ ശരിക്കും നമ്മുടെ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു ഫീൽ കിട്ടും കേട്ടോ. ഇനി നമ്മൾ വലിയ കയറ്റമാണ് ഈ മലയ്ക്ക് മുകളിലോട്ട് കയറാൻ പോകുന്നത്. നമുക്ക് ആ കയറ്റം കയറി അടൂർമലയ്ക്ക് മുകളിലായിട്ടുള്ള അമ്പലത്തിലോട്ട് നമുക്ക് യാത്ര ചെയ്യാം. ആ സ്ഥലം ഒന്ന് കാണാം. നമ്മളീ കണ്ട ഫാമിനും പോസ്റ്റ് ഓഫീസിനൊക്കെ മുകളിലായിട്ടൊരു ചർച്ച ഉണ്ട് കേട്ടോ. CSI ചർച്ചാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഞായറാഴ്ച മാത്രമേ കുർബാനയൊക്കെ ഉള്ളൂ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ളൊരു മലഞ്ചെരുവിൽ തന്നെയാണ് ഈ ചർച്ച ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് കാണാം നമ്മുടെ മലങ്കര ജലാശയം. എത്ര ഭംഗിയല്ലേ, ശരിക്കും ഒരു വലിയൊരു ചെരുവാണ്. നമ്മൾ കാണുമ്പോൾ ഓർക്കും വളരെ എളുപ്പമാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല കയറ്റം കയറി വേണം ഇവിടെ എത്താൻ വേണ്ടി. നമ്മുടെ ഈ ഇടത്തോട്ട് പോണ വഴി മോർക്കാട് എന്ന സ്ഥലത്തേക്ക് പോണ വഴി കേട്ടോ. നമ്മൾ മേളിൽ പോയിട്ട് വന്നിട്ട് പോകാം കേട്ടോ. നമ്മളിനി ഈ വഴിയാണ് പോകുന്നത്. കോൺക്രീറ്റ് ഇട്ടാണ് ഭയങ്കര കയറ്റമാണ്. നിങ്ങൾ കാണുമ്പോഴല്ല അന്തമാതിരി കയറ്റം. ഫസ്റ്റ് കയറില്ല നമ്മൾ കയറിക്കൊണ്ടിരിക്കട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മഴ പെയ്യുന്നതിനും ഭയങ്കര വെള്ളം വന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഇന്നലെ മഴ പെയ്തോണ്ടല്ലോ ഈ തോട്ടിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടോ. ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചിട്ടോ. ഇവിടെ നെൽകൃഷി പോലെ ചെയ്തേക്കണേ നെല്ലാണ് ഓടോ നട്ടു വെച്ചിട്ടുണ്ട്. ഈ കപ്പത്തോട്ടത്തിന് തൊട്ട് പിറകിലായിട്ടുണ്ടോ നമ്മുടെ താഴെ കണ്ടോ നമ്മുടെ മലങ്കര ജലാശയത്തിലെ വെള്ളം ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം കിടക്കോട്ടോ ഇങ്ങനെ താഴെ. അവിടെ ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ മണ്ണിട്ട് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നെൽകൃഷി ചെയ്യുന്നതിനൊരു പേര് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന കൃഷി രീതിക്ക് പറയുന്ന പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും ഇവിടെ കൃഷി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്തല്ല തോടാട്ടോ. അപ്പോൾ ഒരു വെള്ളമുണ്ടല്ലോ, അത്യാവശ്യം ഒരു വീട്ടുകാർക്ക് അരി വെക്കാനുള്ളൊരു നെല്ല് അവിടെ നിന്ന് കിട്ടുമായിരിക്കും അല്ലേ. നിങ്ങൾ നോക്കി എത്ര ചെങ്കുത്തായ ചെരുവിലാണ് അത് വെച്ച് പിടിപ്പിച്ചെന്ന് നോക്കട്ടോ. നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അല്ല, വളരെ ചെരുവാണ്. നമ്മളിനി ഇതിൻ്റെ വലതുഭാഗത്തുള്ള മലയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ക്ഷേത്രം കേട്ടോ അടൂർമലയ്ക്ക് മുകളിലുള്ള. ഇപ്പുറം പോയാലും നമുക്ക് മലങ്കര ജലാശയത്തിൽ വെള്ളം കിടക്കുന്ന നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. കാണിച്ചു തരാം. ഇത് നല്ല രസമുള്ളൊരു ക്ഷേത്രമാണ്. നമ്മളിങ്ങനെയുള്ള സ്ഥലത്തോട് പോകുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് നിലത്ത് നോക്കി പോകണം കേട്ടോ. കാരണം പാമ്പൊക്കെ ഉള്ള പാമ്പൊക്കെ കാണുവാൻ ചാൻസ് കൂടുതലുണ്ട്. ഒരു വ്യൂ ഉണ്ടോ എന്നാ കിട്ടില്ല പറയുന്നത്. അടിപൊളി. ഇവിടെ നമ്മുടെ കൊടയത്തൂർ ഗ്രാമത്തെ തൊടുപുഴ അങ്ങനെ കാണുക കേട്ടോ. നമ്മുടെ മുതിയാമല ആ കാണുകയാണ്. നമ്മൾ വന്നത് ആ മലയുടെ അപ്പുറത്തെ ഭാഗത്തു നിന്നാണ്. എന്തായാലും കിട്ടിയ ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ അടൂർമലയ്ക്ക് വരുവാണെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ ആണെങ്കിലല്ലോ മലങ്കര ജലാശയത്തിലെ വെള്ളം ഇങ്ങനെ ഫുള്ളായിട്ട് നിറച്ചിട്ടൊക്കെ കേട്ടോ. നമ്മൾ അന്നാൾ വന്നപ്പോൾ അത്ര വെള്ളമില്ലായിരുന്നു. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരു 4 മണിക്ക് അല്ല അത് രാവിലെയൊക്കെ വരുവാണെങ്കിൽ എന്നാ ഭംഗിയായിരിക്കും അല്ലേ. നല്ല ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കാം. നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇവിടെ വന്നിരുന്നാണ്ടല്ലോ സമയം പോണ അറിയില്ല കേട്ടോ. കാരണം അത്രമാത്രം മനോഹരമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് വാവ് ഒന്നും പറയാനില്ല കേട്ടോ.
ഇപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഈ അമ്പലത്തിൻ്റെ തൊട്ട് പിറകിലായിട്ട്. അപ്പോൾ ആ പാലം നമുക്കൊന്ന് കാണാൻ വേണ്ടി പോവാ കേട്ടോ. പേരെങ്ങനെയാ? പരമേശ്വരൻ. ആ ഓക്കെ ഓക്കെ. ഈ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വീട്ടിലോട്ട് പോവല്ലേ? ഈ മല കയറി പോണോ വീട്ടിലോട്ട്? ഫുള്ള് മലയാണോ? ഓ അത്രേ ഉള്ളൂ അല്ലേ? അതെ അല്ലേ? ഓ ഇത് ഫുള്ള് വെള്ളമല്ലേടാ? ഇന്നലെ പെയ്ത മഴയിലെ വെള്ളമാണോ? ആ അപ്പൊ ഈ പരമേശ്വരൻ ചേട്ടന്റെ വീട് ഈ വഴി കുറച്ചൊക്കെ പോയാൽ മതി കേട്ടോ. നമ്മളൊരു ചെറിയൊരു പാലം കിടന്നതാണ്. പാലം കൊണ്ടാക്കി വെച്ചിട്ടോ. അടിപൊളി. വർഷകാലത്ത് അധികം വെള്ളം വരുന്നതാണോ? ഇത് ശരിക്കും ഇവിടെ വർഷകാലത്ത് ഒരുപാട് വെള്ളം വരുന്ന സ്ഥലം കേട്ടോ. ചെറിയൊരു തോടാണെങ്കിലും നല്ല വെള്ളം വരും ഈ മലയുടെ മേലെ. അടിപൊളിയാട്ടോ. അപ്പൊ നിങ്ങൾ അടൂർ മലയുടെ അവിടെ അമ്പലത്തിന് അവിടെ വരികയാണെങ്കിൽ ഈ പാലത്തിലൊന്നും ഇരിക്കണം കേട്ടോ. 2 ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതിന്റെ കൊടയത്തൂർ പഞ്ചായത്തിന്റെ പാലമാണ്. ശരിക്കും മേളിൽ നിന്ന് തടി വെട്ടിയപ്പോൾ എങ്ങാണ്ട് ഉരുണ്ടാണ് ഈ പാലത്തിന്റെ കൈവഴി പോയത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ചേട്ടൻ അത്രയും പ്രായമുണ്ട്. 2-3 കിലോമീറ്റർ ആ മലയൊക്കെ ഇറങ്ങി കയറി താഴെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന കേട്ടോ. ഈ പാറേക്കട, ഈ ചെങ്കുത്തായ പാറേക്കട വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ഇപ്പം നമുക്ക് ഓക്കെയാണ് പോകാൻ വേണ്ടി. പക്ഷേ നല്ല മഴ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇവിടെ ഭയങ്കര ഡേഞ്ചറായിട്ട് മാറുന്നത്. കാരണം മേളിൽ നിന്ന് വെള്ളം എങ്ങനെ വന്നെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം വെള്ളം വന്ന സ്ഥലമാണെന്ന് ആ ചേട്ടൻ പറഞ്ഞ്. കൊടയുടെ അടിയിലൊരു പിടി ഉണ്ടല്ലേ പിടിക്കാൻ? കാണിച്ചേ. ആ ഇത് കൊള്ളാലോ. എന്തുകൊണ്ട് 2 നേട്ടം ഉണ്ടല്ലേ? ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചടിക്കാം. ആ ശരി ശരി പോട്ടെ പോട്ടെ. ചേട്ടൻ പോകുന്ന വഴി കേട്ടോ ശരിക്കും നല്ല കല്ലും മുള്ളും നിറഞ്ഞ് നമ്മുടെ ശബരിമലയ്ക്ക് പോകുമ്പോഴുള്ള വഴി കേട്ടോ. ഫുള്ള് മനവല്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വഴി പോയാൽ ഇനി ഒരു പാലമാണ് കേട്ടോ. അല്ല കിടിലം പാലാന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ ചേട്ടനെ കണ്ടോണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല നമ്മളിപ്പം ഈ താഴെ വന്നിട്ട് തിരിഞ്ഞു പോകാൻ നല്ല സ്ഥലമാണ് ചേട്ടൻ പറഞ്ഞത്. അല്ലേ പക്ഷേ സെറ്റ് പ്ലേസ് അല്ലേ? അതെ പറയാൻ സമ്മതിക്കും കേട്ടോ. ഈ മലയുടെ അടിവാരത്തിലൊക്കെ താമസിക്കണേ ശരിക്കും നമ്മുടെ ഈ മേളിൽ കാണുന്ന ഇലവീഴ പൂഞ്ചിരാണല്ലോ ഇതിന്റെ താഴത്തോട്ട് ഭയങ്കര കുത്തനെ ചെരുവാ. അത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വലിയ ചെരുവിക്കടെ നമ്മളിപ്പോൾ നടക്കാം കേട്ടോ. ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. ഇവിടെ വലിയൊരു പാറ ഉണ്ട് നോക്കി. ശരിക്കും പാറയിൽ മണ്ണിട്ട് വെച്ചേക്കണ കപ്പ കേട്ടോ ഇത്. കണ്ടോ ഇത്? ആ ഓക്കെ ഓക്കെ. ആ ഇത് വേറെ കൂട്ടുകാരൻ്റെ പറഞ്ഞാൽ മതി. ഇത് ഉള്ളി കേട്ടോ. പാട്ടുണ്ടാവും. ഇനി ഒരു കിടിലൻ ലൊക്കേഷൻ കേട്ടോ. അപ്പൊ ചേട്ടന്റെ വീട് ഇവിടുന്ന് ഒത്തിരി പോണോ? ഇനിയും പോണോ? ആ പാലം കിടന്ന് പോകണം കേട്ടോ ചേട്ടന്റെ വീട്ടിലോട്ട്. കണ്ടോ അവിടെ നോക്കിയാൽ നിങ്ങൾ താഴെ നോക്കിയാൽ കണ്ടോ മലങ്കര ജലാശയത്തിൽ വെള്ളം കിടക്കണ്ടോ? അതെ അതെ. ഈ സ്റ്റെപ്പ് പാറകടയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റെപ്പാട്ടോ. എന്തായാലും പഞ്ചായത്തുകാർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കണം. കിടിലൻ ലൊക്കേഷൻ. ശരിക്കും നമ്മൾ ഈ പരമേശ്വരൻ ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിലും ഭയങ്കര നഷ്ടമായി പോയി കേട്ടോ. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മൾ അടൂർ മലയുടെ മുകളിൽ വന്നിട്ട് നഷ്ടപ്പെട്ടു പോയി കേട്ടോ. എന്നാലും കിടിലൻ ലൊക്കേഷൻ കേട്ടോ. ചെറിയ തോടും പാറയായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു കുന്നൻ ചെരുവാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു സ്ഥലത്തിന്റെ ചെരുവ് എന്തെങ്കിലും കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന പാലത്തിൻ്റെ ഇരുകരകളിലും കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. 3-4 വീട്ടുകാരൊക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. മേളിലേക്ക് ഇങ്ങനെ തട്ടായിട്ട് അതായത് മൊത്തം പാറയാണ്. അപ്പോൾ ആ പാറയിലിങ്ങനെ കയ്യാലയൊക്കെ വെച്ച് അങ്ങനെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് കേട്ടോ. റബ്ബറാണ് കൂടുതലും. നമ്മുടെ മുകളിൽ ഏറ്റവും മുകളിൽ കാണുന്ന മല നമ്മുടെ ഇലവീഴ പൂഞ്ചിറ മല തന്നെയാണ്. ഇവിടുന്ന് പല ഭാഗത്തു കൂടി നമുക്ക് ഇലവീഴ പൂഞ്ചിറ മലയ്ക്ക് മുകളിലേക്ക് പോകാമെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഇവരൊക്കെ പോകുന്നുണ്ടാവും. പിന്നെ കണ്ണാടിപ്പാറയോ അങ്ങനെ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കണ്ടോ. ഈ മലയ്ക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കിയാൽ നമുക്ക് നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് നമ്മുടെ മലങ്കര ജലാശയവും കൊടയത്തൂർ പാലവും കോളപ്പുറ പാലവും എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം എനിക്ക് വെള്ളം ഇങ്ങനെ മൊത്തം നിറഞ്ഞു കിടക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ. നമുക്ക് എന്തായാലും ചേട്ടൻ്റെ വീട് വരെ പോട്ടെ. ഇവിടെ വരെ വന്നാലേ വാ. എന്തായാലും കൊടയത്തൂർ പഞ്ചായത്ത് ഈ ആകെ 3 വീട്ടുകാരേ ഉള്ളൂ. ഇവർക്ക് വേണ്ടി പാലമൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പഞ്ചായത്തുകാർക്ക് അതിന് അഭിമാനിക്കാം കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾ പഞ്ചായത്തുകാരെ സഹായിച്ചില്ല ഇവർ ആരാ ഇവർ സഹായിക്കണം അല്ലേ?
ഇവരെത്ര നടന്നാന്നറിയാം ഓട്ടോയ്ക്ക്. ഇപ്പം നമ്മളാ വന്ന സ്ഥലമല്ലേ, അമ്പലത്തിന് അവിടെ ഓട്ടോയ്ക്ക് വന്നതിന് ശേഷം ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഇങ്ങനെ നടന്നാട്ടെ ഇങ്ങോട്ട് കയറണേ. ആ ഓട്ടോയ്ക്ക് അവിടെ വരുമെന്ന് വെച്ചാൽ ചേട്ടാ, താഴേന്ന് കൊടയത്തൂരിൽ നിന്ന് മേലെ ഒരു ഓട്ടോക്കൂലി എത്ര ചേട്ടാ? 90 രൂപ കൊടുത്താൽ അവിടെ എത്തും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സാധനം മേടിക്കാൻ പോകണമെങ്കിൽ ഈ 90 രൂപ കൊടുക്കണം അല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ നടന്നു പോകുമോ താഴത്തോട്ട്? 2 കിലോമീറ്റർ ഉണ്ടല്ലേ താഴെ വരെ? ആ, നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ കേട്ടോ, താഴത്തോട്ട് നല്ല കുന്നും ചെരുവാണ്, അത് മൊത്തം നടന്നു പോകണം. ഓട്ടോ എപ്പോഴും ഇല്ല. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് 90 രൂപ കൊടുത്താണ് അവർ കയറി വരുന്നത് കേട്ടോ. ഇവിടെ പട്ടി വരയ്ക്കുന്നുണ്ടോ? ചേട്ടൻ്റെ വീടൊരു പ്രത്യേക രീതിയിലുള്ള സ്ഥലമാണ്. നോക്കി പക്ഷേ അയച്ചുവിട്ടേക്കോ, മാറോ. ഇവിടം വരെ നമ്മുടെ കരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, വൈദ്യുതിയൊക്കെ ഉണ്ട്. നമ്മൾ മേലോട്ട് കയറണം. പക്ഷേ ചിലപ്പോൾ കടിക്കോട്ടോ, ചേട്ടൻ്റെ പുറകെ പോയിട്ടോ, കടിക്കുമല്ലോ നമുക്ക് വിശ്വസിക്കാം. ഒരു പാൻ്റായിട്ടാണ് എന്നെ കുഴപ്പമില്ല അല്ലേ, കടിച്ചാലൊന്നും പറ്റില്ല. എന്റെ പേരെങ്ങനെ? എന്തായാലും പരമേശ്വരൻ പറഞ്ഞപ്പോൾ ഇവൻ അനുസരിച്ചു കേട്ടോ. ഞങ്ങള് കണ്ടിട്ട് പറയാണോ, നിനക്ക് പേടിയുണ്ട് എന്നാ ഞങ്ങളെ പേടിപ്പിക്കും വേണം, രണ്ടും വേണം അല്ലേ? എന്തായാലും കൊള്ളാം. പട്ടിയല്ല കടുവന്നാലും ഒന്നുമില്ലെന്ന് പറഞ്ഞിരിക്കാൻ വിഷയം. കാരണം വെച്ചാൽ പുള്ളിയിട്ടാണ് പാൻ്റ് ഉണ്ടോ, ഇത് പട്ടിയുടെ പല്ല നേരത്തെ കയറില്ല, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കണം. അപ്പൊ പോയിക്കോട്ടോ, ഓക്കെ ബൈ ബൈ. എത്ര കഷ്ടപ്പെട്ടാലേ ഓരോ ആളുകൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും കൂടി ജീവിച്ചിട്ട് വരെ നമുക്ക് അവിടെ സ്ഥലം പോരാം, അല്ലെങ്കിൽ അത് പോരാന്നുള്ള കുറ്റവും കുറവ് മാത്രമേ ഉള്ളൂ. എലവേഴാപ്പുഞ്ചിറ പോലുള്ള വലിയൊരു മലയുടെ ചെരുവിലാണ് താമസിക്കുന്നത്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് കൊടയത്തൂർ വരെ പോകണമെന്നുണ്ടെങ്കിൽ ഈ മല ഫുള്ളിറങ്ങി വേണം കേട്ടോ പോകാനുണ്ടായി. അപ്പോൾ നമ്മൾ ശരിക്കും ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ സ്ഥലം എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, അതവിടെ നമ്മൾ ഒരു സ്വർഗം പോലെ കണക്കൂട്ടുക, അവിടെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. അതാണ് എല്ലാവരും വേണ്ടി കേട്ടോ. എന്തായാലും കൊടയത്തൂർ പഞ്ചായത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലാണുള്ള അതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ നിക്ഷേപിക്കുക. നമ്മളിനിയിപ്പോൾ ഈ റോഡ്, ഈ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന റോഡ് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ആ കുറച്ച് ഭാഗം കൂടി ഒന്ന് മല കയറി നോക്കാം. അവിടെ കുറച്ച് ആൾക്കാരിങ്ങനെ താമസിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും മഴക്കാലത്തൊക്കെ ഇതിലേക്കൂടെ വന്നാലുണ്ടോ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ചെങ്കുത്തായ മലഞ്ചെരുവിൽ നിന്ന് എപ്പോഴും വെള്ളം ഇങ്ങനെ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതെങ്ങോട്ടുള്ള വഴി ഇത്? ആ, കണ്ണാടിപ്പാറയ്ക്ക് പോകാനുള്ള വഴിയാ. ഒരു വലിയൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ആ പാറ അതെയോ? കണ്ണാടിപ്പാറ ഇവിടുന്ന് എലവീഴാപ്പുഞ്ചിറയ്ക്ക് അപ്പം എന്തോരം ദൂരം ഉണ്ട്? 2 കിലോമീറ്റർ വെച്ചാൽ. ചേട്ടൻ നടന്ന് കയറിപ്പോണ്ട് പണ്ട് എലവീഴാപ്പുഞ്ചിറയ്ക്കാ? അടിപൊളി. അപ്പോൾ അടൂർ മലയുടെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് അവസാനിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നടന്ന് എലവീഴാപ്പുഞ്ചിറയ്ക്ക് കയറണമെങ്കിൽ ഏകദേശം 2-2.5 കിലോമീറ്ററോളം നമ്മൾ നടക്കാനുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഈ മലഞ്ചെരുവ് ജീവിക്കുന്ന ആളുകളുടെ ജീവിതവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ നാട്ടിൻപുറത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കണ്ട. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു നല്ല ഗ്രാമത്തിൻ്റെ കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ചേട്ടാ ഞങ്ങൾ പൊക്കോട്ടെ? ശരി എന്നാൽ. താഴ്ത്തിട്ട് വരണ്ടോ? വന്നോളൂ. ഓക്കെ ഓക്കെ. നമുക്ക് ഈ മലകളൊക്കെ കാണാൻ വളരെ സുന്ദരമാണ്. പക്ഷേ ഈ മലകൾക്ക് മുകളിൽ ജീവിക്കുന്നവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഈ ചെങ്കുത്തായ മലയ്ക്ക് മുകളിൽ വർഷകാലത്ത് കുത്തിയൊലിക്കുന്ന വെള്ളപ്പാച്ചിലിന് നടുവിൽ അവർ ജീവിക്കുന്നു. നമ്മളിന്നാളെ കൊടയത്തൂർ കേട്ടില്ലേ, കൊടയത്തൂർ മലയിലൊക്കെ ഉരുൾപൊട്ടി എന്നൊക്കെ. ഇവിടുന്ന് ഈ മലയുടെ അപ്പുറത്തെ മലയിലാണ് അത് സംഭവിച്ചത്. എന്തായാലും ഇനിയൊരു ദുരന്തം ഒരിക്കലും ആർക്കും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇനി അടുത്ത മലയിലെ കാഴ്ചകൾക്കായി മുന്നേറാം. ഈ വീഡിയോയിലൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചയായിട്ട് വരുന്നവരെ ബൈ ബൈ.